ഇഞ്ചിയുടെ ഒരു പുതിയ രീതിയിലുള്ള കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. മണ്ണ് കുറവ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പറയാം മണ്ണില്ലെന്ന് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തുടർന്ന് ചെയ്താൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. അതിന് അടുത്ത സ്റ്റെപ്പ് ഞങ്ങളൊരു ചട്ടിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 15 ചട്ടിയിൽ മണ്ണ് കുറവ് വളരെയധികം 1 കപ്പ് മണ്ണിലാണ് ആദ്യം 20 ഗ്രാമിൻ്റെ ഒരു വിത്ത് നമ്മൾ നട്ടത്. ഒരു കപ്പ് മണ്ണിൽ ഗ്രോ ബാഗിൽ നട്ട ഇഞ്ചിയിൽ നിന്നും മികച്ച വിളവ്. ഇഞ്ചി കൃഷി ചെയ്യുന്നവർക്ക് ഇനി പരീക്ഷിക്കാവുന്ന ഒരു കൃഷി രീതിയാണ് ഉത്തമൻ നടത്തി വിജയിച്ചിരിക്കുന്ന ഈ ഇഞ്ചി കൃഷി. ഗ്രോ ബാഗിൽ 1 കപ്പ് മണ്ണിട്ട് ഇഞ്ചി വിത്തുകൾ നട്ടു. തുടർന്ന് രുദ്രാക്ഷത്തിന്റെ ഇലകൾ ദിവസവും നിറച്ചു കൊടുത്തുകൊണ്ടായിരുന്നു ഉത്തമന്റെ കൃഷി. നൂതന ഇഞ്ചി കൃഷി വിജയമായതിന്റെ ആത്മവിശ്വാസത്തിൽ ഇഞ്ചി കൃഷി വിപുലീകരിക്കാനാണ് ഉത്തമന്റെ തീരുമാനം. എറണാകുളം ജില്ലയിൽ കൂനമാവ് കാവിൽനടയിൽ നടക്കപ്പറമ്പിൽ ഉത്തമനാണ് ഇഞ്ചി കൃഷിയിൽ നൂതന പരീക്ഷണ വിജയം നടത്തിയ ഈ കർഷകൻ. 1 കപ്പ് മണ്ണും രുദ്രാക്ഷത്തിന്റെ ഇലകളും ഉപയോഗിച്ച് 150 ഗ്രോ ബാഗുകളിലാണ് ഉത്തമൻ ഇഞ്ചി വിത്തുകൾ നട്ടത്. ഇതിൽ 149 ചുവടും മികച്ച രീതിയിൽ വളർന്ന് വിളവ് നൽകാൻ പാകത്തിൽ നിൽക്കുകയാണിപ്പോൾ. 6 മാസം പിന്നിട്ടിരിക്കുകയാണ് ഈ ഇഞ്ചി ചെടികൾ. മികച്ച വളർച്ചയാണ് നൽകിയിരിക്കുന്നത്. മഹിമ, കാർത്തിക എന്നീ ഇനത്തിൽപ്പെട്ട ഇഞ്ചി വിത്തുകളാണ് ഗ്രോ ബാഗുകളിൽ ഉത്തമൻ നട്ടത്. ഇഞ്ചിയുടെ ഒരു പുതിയ രീതിയിലുള്ള കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. മണ്ണ് കുറവെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പറയാം മണ്ണില്ലെന്ന്. പക്ഷേ 1 കപ്പ് മണ്ണ് ഉപയോഗിച്ച് 20 ഗ്രാമിൻ്റെ ഒരു ഇഞ്ചി നട്ട് അതിന് പിന്നീട് ചവറാണ് ഉപയോഗിച്ചത്. ചീമക്കൊന്ന, അതുപോലെ ഈ രുദ്രാക്ഷത്തിൻ്റെ ഇലക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ലോണം പൊടിഞ്ഞ് കിട്ടും. അത് പല ആവർത്തി അതാണ് ഉപയോഗിച്ചത്. അതിന് ശേഷം വളങ്ങൾ ചേർത്ത് എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, കൂടാതെ സുഡോമോണാസ്, ഇടയ്ക്ക് രോഗങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സുഡോമോണാസ് ചേർക്കും. പിന്നെ സാഫ് ചേർത്തിട്ടുണ്ട്. മാത്രമല്ല ഈ നട്ടത് കാർത്തിക മഹിമ എന്നൊരു ഇനം നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിൽ നിന്ന് കിട്ടി. അത് ചീയൽ രോഗം കുറവാണ് ഇതിന്. ഈ ചീയൽ രോഗം ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ഇതുവരെയും ഒരു 150 ബാഗ് വെച്ചു. ആ ബാഗ് നമ്മൾ ഗ്രോ ബാഗിനകത്ത് ഇവിടെ ഒരു MG പ്ലാസ്റ്റിക് കമ്പനി നടത്തുന്ന മാരട്ടി ചേട്ടൻ്റെ അടുത്ത് നിന്നാണ് ഇത് വാങ്ങിയത്. അപ്പോൾ നല്ല രീതിയിലുള്ള നല്ല ഗ്രോത്തായിട്ട് നിൽക്കണം. ഇനി ഒരു 2 മാസം കൂടി കഴിയാൻ നമുക്കതിൻ്റെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തുടർന്ന് ചെയ്താൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. അതിന് അടുത്ത സ്റ്റെപ്പ് ഞങ്ങളൊരു ചട്ടിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 15 ചട്ടിയിൽ നട്ട് വളർത്താമെന്നാണ് വിചാരിക്കണേ. ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എത്ര ഒരു ഗ്രോ ബാഗിൽ നിന്ന് എത്ര തൂക്കം കിട്ടുന്നത് നോക്കിയതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതിനകത്ത് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ ചട്ടിയിൽ ചെയ്യാമെന്ന് വിചാരിക്കണം. മണ്ണ് വളരെയധികം 1 കപ്പ് മണ്ണിലാണ് ആദ്യം 20 ഗ്രാമിൻ്റെ ഒരു വിത്ത് നമ്മൾ നട്ടത്. ഇഞ്ചിയുടെ വിത്ത് നട്ട് അത് ഒരു കേടും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഈ സമയം വരെയും ഒരു കുഴപ്പമില്ല. 150 ബാഗിൽ ഒരു ബാഗ് മാത്രമേ നമുക്ക് മോശമായിട്ടുള്ളൂ. കൂടാതെ എൻ്റെ കൂട്ടത്തിൽ തന്നെ റെഡ് ഇഞ്ചി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇനം കൂടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് കുറച്ച് കുറവാണ്, ലാർജ് സ്കെയിലില്ല. ഇപ്പോൾ 6 മാസമായിരിക്കുന്നു ഈ ഇഞ്ചി ചെടികൾ. 2 മാസം കൂടി കഴിയുമ്പോൾ ഇഞ്ചി വിളവെടുപ്പിന് പാകമാകും. ഒരു ചുവട് പറിച്ചു കാണിച്ചു തന്നോ. മികച്ച കരുത്തോടെയാണ് ഇഞ്ചി വളർന്നിരിക്കുന്നത്. ഗ്രോ ബാഗുകളിലെ ഇഞ്ചി കൃഷി വിജയമായതോടെ അടുത്ത സീസണിൽ 500 ചെടിച്ചട്ടികളിൽ ഇഞ്ചി കൃഷി ചെയ്യാനാണ് ഉത്തമൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ചെടിച്ചട്ടികൾ ഇപ്പോൾ തന്നെ വാങ്ങി വീട്ടിൽ വെച്ചിട്ടുമുണ്ട്. ഇപ്പൊ നമുക്ക് 2 മാസം കൊണ്ട് ഇത് പാകമാവും. 8 മാസം 7 മാസം 8 മാസമാണ് ഇഞ്ചിയുടെ ഇത്. അപ്പോൾ ആ 8 മാസം കഴിയുമ്പോഴൊക്കെ നമുക്ക് ഇത് നല്ല ഇപ്പോൾ പുരോഗതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വിത്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇഞ്ചി കൃഷി ചെയ്യുന്ന പലരും നേരിടാറുള്ള ഒരു വലിയ പ്രശ്നമാണ് ചീയൽ രോഗം. ഇവിടെ ഒരു ചുവട്ടിലും ചീയൽ രോഗം ഉണ്ടായിട്ടേയില്ല. അതിന് കാരണം ഉത്തമൻ തന്നെ പറയും. ശല്യം ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. അതിന് നമ്മൾ സാഫാണ് ഉപയോഗിച്ചത്. പക്ഷേ പല കർഷകരും ഇഞ്ചി കൃഷി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇതിൻ്റെ ചീയൽ രോഗം വളരെയധികമാണ്. പക്ഷേ നമുക്കത് സംഭവിച്ചിട്ടില്ല. നമുക്ക് ആകെ കൂടി ഒരു നഷ്ടപ്പെട്ട ഒരു ബാഗാണ്.
മറ്റു നിരവധി കൃഷിയും ഈ വീട്ടുവളപ്പിൽ നടത്തുന്നുണ്ട് ഉത്തമൻ. കപ്പ, മധുരക്കിഴങ്ങ്, കൂർക്ക, രുദ്രാക്ഷം, പിന്നെ അധികം വീടുകളിലൊന്നും കാണാത്ത ഒരു ചെടിയും ഈ വീട്ടിലുണ്ട്. സോമയാഗത്തിന് ഉപയോഗിക്കുന്ന സോമലത. ഇത് സോമയാഗത്തിന് ഉപയോഗിക്കുന്ന സോമലത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണത്. ഇത് വളരെ റയറാണ്. മാത്രമല്ല ഒരു മെഡിസിനും കൂടിയാണ്. ആയുർവേദം ഒരു മെഡിസിനും കൂടിയാണിത്. ഇത് അധികം ആളുകളുടെ അടുത്ത് ഇല്ല. ഇതിവിടെ ഒരു ചെറിയ തണ്ട് കൊണ്ടുവന്ന് പിടിച്ച് ഇത്രയും കുറെ വർഷങ്ങളായി കൊണ്ടുവന്നിട്ടത്. ഇതിനൊരു യെല്ലോ സൈസിലുള്ളൊരു പൂവുണ്ടാവും, ചെറിയൊരു മഞ്ഞ കളറുള്ളൊരു പൂവുണ്ടാവും. വലിയൊരു രുദ്രാക്ഷത്തിന്റെ മരം ഈ വീടിന്റെ മുറ്റത്തു തന്നെയുണ്ട്. 10 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ രുദ്രാക്ഷ മരത്തിന്. കായ്ച്ചു കിടക്കുകയാണ്. രുദ്രാക്ഷക്കായകൾ മുറ്റത്ത് വീണ് കിടക്കുന്നുമുണ്ട്. നിരവധി രുദ്രാക്ഷ തൈകളും മരത്തോട് ചേർന്ന് ഈ വീട്ടുമുറ്റത്തുണ്ട്. ലോക്കറ്റ് നിർമ്മാണ ബിസിനസ്സാണ് ഉത്തമന്. അതിനാൽ തന്നെ രുദ്രാക്ഷത്തിന്റെ കായ്കൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യം ഉത്തമനില്ല. നല്ല ക്വാളിറ്റിയുള്ള രുദ്രാക്ഷ കായ്കൾ കൊണ്ട് തന്നെ മാലകൾ നിർമ്മിക്കാൻ കഴിയും. രുദ്രാക്ഷം ഈ മരം നിൽക്കാൻ തുടങ്ങിയിട്ടൊരു 10 വർഷത്തോളമായി. ഇത് ഒരു നേപ്പാളിൽ നിന്ന് ഒരു ഡ്രൈവർ കൊണ്ടു തന്നാണ്. ആദ്യം കൊണ്ടുവന്ന് വെച്ചത് പോയി, രണ്ടാമത് കൊണ്ടുവന്ന് നല്ല വില കൊടുത്താണ് അന്ന് വാങ്ങിയത്. അതിനുശേഷം നമ്മൾ പ്രത്യേകിച്ച് ഇതിനൊരു വളമൊന്നുമില്ല. പ്രത്യേകിച്ച് വളമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രാവലിൻ്റെ പൊടി, ചെങ്കല്ല് പൊടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് ആദ്യം കൊണ്ടുവന്നത് നമ്മൾ ഈ കപ്പലണ്ടി പിണ്ണാക്കിട്ട് ഇത് നേരം വെളുക്കുന്നതിന് മുമ്പ് ഇത് കരിഞ്ഞു പോയത് നിന്നില്ല. ഇപ്പം ഇത്രയും കുഴപ്പമില്ലാണ്ട് ഇതിപ്പോൾ കായ് ഇപ്പോൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ കായ് നമ്മളിപ്പോൾ അതിൻ്റെ കായ ഉണ്ടാകുമ്പോൾ അതിന് പുറത്ത് ഈ കാരക്കയുടെ കുരുമാര പുറത്തൊരു ഇതുണ്ടാകും. അത് ചിരടി കളഞ്ഞിട്ട് ഒരു വശത്ത് ഹോളുണ്ടാകും, മറുവശത്ത് ഹോളുണ്ടാവില്ല. നമ്മൾ അത് ചെറിയൊരു കമ്പിയിട്ട് തുളച്ചതിന് ശേഷം ഇത് ഒരു കളറ് കൊടുത്ത് ചരടിയിൽ കൊടുത്ത് നമുക്കിത് കൊടുക്കാം. അല്ലാണ്ട് ഒറ്റയായിട്ടും കൊടുക്കാം. ഒരു മുഖം, 4 മുഖം, 5 മുഖം, 6 മുഖമാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു മുഖം വരെ ഉണ്ടാവും എന്നാണ് പറയണത്. അത് പഴക്കത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ഇതിൻ്റെ വളർച്ച അനുസരിച്ച് കായ് ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുന്നത്. അതല്ല എങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഈ വലിപ്പത്തിലുള്ള കായാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് 6 മുഖമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനകത്ത് തന്നെ 5 മുഖമുണ്ട്, 4 മുഖമുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ തൈകളും ധാരാളം ഉണ്ട്. തൈകൾ അത്യാവശ്യം ആളുകൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ പല ക്ഷേത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പെരുവാര ശിവക്ഷേത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. തിരുവാരൂർ അമ്പലത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. അത് അടുത്ത വർഷം കായ്ക്കും. അവർ നല്ല രീതിയിൽ അവർ നോക്കുന്നുണ്ട്. അത്ഭുതപ്പഴത്തിന്റെ കൃഷിയും ഈ വീട്ടിലുണ്ട് കേട്ടോ. മിറാക്കിൾ ഫ്രൂട്ടാണ് ഉദ്ദേശിച്ചത്. കായ്ച്ചു നിൽക്കുന്ന നിരവധി മിറാക്കിൾ ഫ്രൂട്ട് ചെടികൾ വീട്ടുമുറ്റത്ത് തന്നെയുണ്ട്. മിറാക്കിളിന്റെ ഒരു ഫ്രൂട്ട് പറിച്ചു കഴിച്ചു. അത് കഴിഞ്ഞ് നല്ല പുളിയുള്ള ഒരു ചിലിമ്പയ്ക്കയും കഴിച്ചു. പുളി ലെവലേശം ഇല്ലെന്ന് മാത്രമല്ല, നല്ല മധുരം. നിരവധി വീടുകളിൽ നിന്ന് മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇന്നാണ് മിറാക്കിൾ ഫ്രൂട്ടിന്റെ യഥാർത്ഥ രുചി മനസ്സിലായത്. 10 വർഷം മുമ്പാണ് മിറാക്കിൾ ഫ്രൂട്ടിന്റെ കൃഷി ഉത്തമൻ ആരംഭിച്ചത്. എൻ്റെ മെയിൻ ബിസിനസ്സാണ്. ഞാനൊരു കുടിൽ വ്യവസായമായിട്ടുള്ള ലോക്കറ്റ് നിർമ്മാണം, മാല, അങ്ങനെയുള്ള സാധനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ കൃഷി സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്നത്. കൃഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീൽഡായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. കുറേ നഷ്ടപ്പെട്ടു നമ്മൾ ശ്രദ്ധിക്കാണ്ട് വന്നു കഴിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളതിൽ ഞാൻ ഇറങ്ങിയൊക്കെയാണ്. കൃഷിക്ക് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഇതിലുള്ള സഹായങ്ങളും ഉണ്ട്. അഗ്രികൾച്ചർ KCC, KYCയുടെയൊക്കെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ അഗ്രികൾച്ചറിൻ്റെ 1 ലക്ഷം കർഷകരുടെ ഇതിൽ എൻ്റെ വൈഫ് അതിനകത്ത് ചേർന്നിട്ടുള്ളതാണ്. അതിനകത്ത് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ഇതുവരെ ഗ്രാറ്റുവിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൃഷി ഒന്നും കൂടി നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കണേ. കൃഷി വിപുലീകരിക്കാനാണ് ഉത്തമന്റെ തീരുമാനം. പുതിയ കൃഷി രീതിക്ക് ആശംസകളോടൊപ്പം പുതിയ കൃഷിയും വിജയമാകട്ടെ എന്ന് ആശംസിക്കാം.